കർത്താവേ അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. മക്കളെ, ജീവിത പ്രതിസന്ധികളുടെ അസ്വസ്ഥതകളിൽ മക്കൾ ഒരിക്കലും എൻ്റെ സാന്നിധ്യം മറക്കരുത്. പ്രതിസന്ധികളിൽ വഴിയൊരുക്കി ഞാൻ തന്നെയാണ് നിന്നെ ഇതുവരെ കൈവിടാതെ കൈപിടിച്ച് നടത്തിയത്. കാലത്തിൻ്റെയും സമയത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും പരിമിതികൾക്കതീതനാണ് നിന്റെ ദൈവം. നിനക്ക് വേണ്ടി എന്നും എപ്പോഴും എവിടെയും ഞാനുണ്ടായിരിക്കും. അപകടപൂർണമായ അപരിചിത ലോകത്ത് ചുവടുവെക്കുമ്പോൾ എന്നിൽ ആശ്രയിക്കാനും എന്നോടൊപ്പം ചുവടുവെക്കാനും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരോട് സംസാരിക്കാൻ ഒരിക്കലും മറക്കരുത്, മടിക്കരുത്. അതുപോലെ നിങ്ങളുമായി സ്നേഹം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ മുഖം തിരിക്കരുത്. ഇവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞാനാണ്. എൻ്റെ മക്കൾ അനുസരണമുള്ള മക്കളായി എൻ്റെ അടുത്ത് വരുമ്പോൾ അതിരുകളില്ലാത്ത സന്തോഷമാണ് എന്നിൽ അലതല്ലുന്നത്. എൻ്റെ സ്നേഹ സാമ്രാജ്യത്തിലെ വിഭവങ്ങളെല്ലാം എൻ്റെ മക്കളുടേതാണ്, അവർക്കുള്ളതാണ്. വേഗത അളക്കുവാനുള്ള മാനദണ്ഡം മൈൽ പെർ അവറാണ്. എന്നാൽ ജീവിതം അളക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് മക്കൾക്കറിയാമോ? സ്മൈൽ പെർ അവർ. അതുകൊണ്ട് ജീവിതത്തിൽ എക്സ്ട്രാ മൈലേജ് ലഭിക്കാൻ മക്കളെ ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കൂ. 1 തെസ്സലോനിക്കർ 5:16-18 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഈ തിരുവചനങ്ങളാൽ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും ചുവടുവയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.